എന്നാലും കാണാത്ത എന്തെന്ന് എന്റെ പൊന്നെ ഇത് ഇത്തിരി കടുപ്പാണ് കേട്ടാ പ്രതീക്ഷ കുഞ്ഞിന്റെ കാര്യം. എന്ത് നടു നിവർക്കാൻ സമ്മതിക്കൂല. ഒന്ന് കുത്തിയിരുന്നു ഇരുന്നില്ല വരുമ്പോഴേ ഉടനെ അടുത്ത കോള്. ഞാൻ സംസാരിച്ച് വീണ്ടും വരുമ്പോ അടുത്ത കോള്, വീണ്ടും അടുത്ത ഉറക്കെങ്ങനെ എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ അതിന് വേണ്ടി തന്നെ മാത്രല്ലേ ഉള്ളൂ നമുക്ക്. എന്ത് ഇവിടെ നിക്കുന്നേ? ഓ പാഴ്സൽ ഇതുവരെ വന്നില്ലല്ലേ? എന്ത് ചെയ്യും ഇതിന്റെയൊക്കെ വല്ല. സത്യം പറഞ്ഞാലേ ഇങ്ങനെയൊക്കെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളയും തന്നെ. ഈ മാനസിക സമ്മർദ്ദം മാറാൻ എന്തോ ചെയ്യണം? അത് ഇതെങ്ങനെയാണ് ഉണ്ടാവണമെന്ന് അറിയാമോ? അതായത് ഈ അസൂയ, കുശുമ്പ്, ഏഷണി ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതൊക്കെ ഒരാൾ നന്നാകുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അതുപോലെ തന്നെ ഒരാൾ നന്നായി വരുമ്പോഴത്തേക്കും നശിച്ചു പോണേന്ന് പ്രാവല്. ഇതൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ 90% മാനസിക സമ്മർദ്ദം മാറും. ഇപ്പൊ തന്നെ നോക്കിയാണ് എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടാ പാഴ്സലിനെ കുറിച്ച് ഓർത്ത് മാനസിക സമ്മർദ്ദം. ഇത് വരുമ്പം വരട്ട് എന്ന് പറഞ്ഞിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവൂല. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നേരെ റൂമിൽ ചെല്ലുക, മനസ്സമാനത്തോടെ കട്ടിലിങ്ങനെ കിടക്കുക. എന്നിട്ട് ദാസേട്ടൻ്റെയോ ജയൻ ചേട്ടൻ്റെയോ ജാനകി അമ്മയുടെയോ ഒക്കെ പാട്ടുകൾ കേൾക്കുക. മനസ്സിലായ? പഴയ പാട്ടുകൾ കേട്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ മാനസിക സമ്മർദ്ദം മാറും. അയ്യോ പ്രതീക്ഷ. ഹലോ എന്നിട്ടേ ഡെലിവറി ഉണ്ട്. അതെ. ആർക്കാ? ലക്ഷ്മി പ്രശോഭ്. അയ്യേ എന്താ അല്ലേ? അല്ല, ഇവിടത്തെ ആളാ. അങ്ങ് തന്നേരാ. വേറെ പാഴ്സലൊന്നും ഇല്ലേ? വേറെ ഒന്നുമില്ല. ഒന്നുകൂടെ നോക്കുവോ? ഇല്ലല്ല, ഒന്നേ ഉള്ളു. ഉറപ്പാണോ? മുഖത്ത് വരി തേക്കണമല്ലായിരിക്കും. നിങ്ങളായിരുന്നാ? എന്തെന്ന് വിചാരിച്ച്? അല്ല, ഞാൻ വിചാരിച്ചു കൊറിയർ. ഞാൻ ജംഗ്ഷനിൽ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് കൊച്ചമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് വീട്ടിൽ പോ, നേരത്തെ പറഞ്ഞില്ല മറ്റേ ഓൺലൈൻ സാധനം വരുന്നുണ്ട്, നീ വാങ്ങിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞു. എന്തിന്? അത് നമ്മളിവിടെ ഇല്ലേ വാങ്ങിച്ചു വയ്ക്കണേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ പറഞ്ഞില്ല. പറഞ്ഞ് അവരുള്ള അതും ഇല്ലാത്തതൊക്കെ ഒരേപോലെ തന്നെ നീ തന്നെ വാങ്ങിച്ചു വെക്കണം. പാഴ്സലൊക്കെ വാങ്ങിച്ചു വച്ചല്ലേ. അല്ല, പ്രശോഭ് എന്തിയേ? മോളിലുണ്ടമ്മ, വിളിക്കണോ? വേണ്ട. പ്രതീക്ഷോ? അണ്ണ നമ്മുടെ കടയിൽ പണി നടക്കുകയല്ലേ, അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിട്ട് നിക്കുന്നു. നിന്ന് തിരിയാൻ പറ്റുന്നില്ലോ. അതൊക്കെ നല്ലതിനാന്ന് വെച്ചോ കേട്ടോ. അമ്മ, എന്റെ അമ്മ വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ അത് പിന്നെ എന്തായാലും നല്ലതിനായിരിക്കുമല്ലോ. അമ്മ, പിന്നെ അമ്മ ഓൺലൈൻ വഴി ഒരു സാധനം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഇതുവരെ കൊണ്ടുവന്നില്ല അമ്മ. ഒന്നില്ലേ? ഇല്ല, വന്നില്ല. ഞങ്ങള് അമ്മയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഞാനേ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിങ്കി മോളെ എന്താ അച്ഛമ്മ? എന്റെ പൊന്നോളെ നീ വന്നേ. ഇതാ അച്ഛമ്മ, അച്ഛമ്മ പറഞ്ഞ പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. അയ്യോ, താങ്ക് യു മക്കളെ. ഇതെപ്പോ വന്നു? നീ എന്താ എന്നോട് പറഞ്ഞേ? തുടങ്ങി. നീ ഇപ്പൊ അവളെ നേരെ കിടന്ന് ചാടാതെ. ഇത് വന്നുടനെ അവൾ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞത്, മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തട്ടാതെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഭദ്രമായിട്ട് വെക്ക്, അച്ഛമ്മ വന്നിട്ട് തുറക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.